ഹായ്, ഞാൻ അരുൺ ചന്ദ്രൻ. കുറച്ച് ചോദ്യങ്ങളും കുറച്ചധികം സമ്മാനങ്ങളുമായി പൂരനഗരിൽ നിങ്ങളുടെ ഒപ്പം. അപ്പൊ അങ്ങനെ പൂര അടിച്ചു വിളിക്കല്ലേ? ഹായ്, അപ്പൊ നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം നമുക്ക് പരിചയപ്പെടാം. ആസാദ്, ഗൗരി, മാളവിക. തൃശ്ശൂരിനാണോ? അല്ല, ഞാൻ ആലപ്പുഴ. ഇവിടെ ആലപ്പുഴ മാരര്. ഇവിടെ എന്താ ചെയ്യുന്നപ്പോ? ഇവിടെ കൂട്ടുകാരുടെ വീട് അവിടെ പൂരമ അടിച്ചു പൊളിക്കാൻ വന്നതാണ്. അപ്പൊ 2 ദിവസം പൂരം കഴിഞ്ഞിട്ടേ പോളൂ. അപ്പൊ നമുക്കൊരു 4 ചോദ്യങ്ങള് ഈ പൂരത്തിനോട് ബന്ധപ്പെട്ട ഒരു 4 ചോദ്യങ്ങള്. അതിൽ നമ്മൾ 3 എണ്ണത്തിന് ശരി ഉത്തരം നൽകി കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം ഉണ്ട്. ചോദിക്കല്ലേ? തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം? ഇപ്പൊ ഇൻസ്റ്റ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ അത് റോളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 890 അല്ല, ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഉണ്ടോ? തൃശ്ശൂർ പൂരത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്? കുടമാറ്റം നടക്കുന്നത് ഏതൊക്കെ ടീമുകൾ തമ്മിലാ? 2 ഉത്തരം ശരിയായിട്ടുണ്ട്. 2 ഉത്തരം ശരിയായി. ഒരെണ്ണോട് ശരിയാക്കിയാൽ മതി. പൂരത്തിന് എത്ര ഘടകപൂരങ്ങളുണ്ട്? 4 അല്ല, 12 അല്ല. വേണ്ട, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരാം. 2 ഉത്തരം ശരിയാക്കിയല്ലോ, ഒരു ചാൻസ് കൂടി ഉണ്ട്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. വിളംബരം അറിയിക്കുന്ന ക്ഷേത്രം? അല്ല. ഇവിടെ നാളെ നടക്കുന്നതാട്ടോ വിളംബരം. ഏതോ ശരി. അപ്പൊ ഓപ്ഷൻസ് ഞങ്ങളൊക്കെ തന്നിട്ട് ഉത്തരം നല്ല ലാസ്റ്റ് ശരിയാക്കിയിട്ടുണ്ട്. 5 ചോദ്യത്തില് 3 ശരിയാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. കൺഗ്രാറ്റ്സ്. അപ്പൊ ശരി, സമ്മാനം വേണ്ട? അപ്പൊ നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ബ്ലൂബെറീസ് ആണ്. ഒരു മിനി ചോപ്പറാണ് സമ്മാനം. അപ്പൊ ഈ ചുരുങ്ങിയ കാലയളവിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഹോം അപ്ലയൻസ് രംഗത്ത് ജനപ്രിയ കേരളത്തിൽ സ്ഥാപനമാണ് ബ്ലൂബെറീസ്. അപ്പൊ അതാണ് നിങ്ങൾക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 പേരോടും മേടിക്കാം. അപ്പൊ എങ്ങനെയാ? ഹായ്, അപ്പൊ നമ്മൾ അടുത്തൊരു ടീമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പരിചയപ്പെടാം. ബാക്കിലോട്ടി എന്ത് ചെയ്യുന്നു എല്ലാവരും? കുരിയച്ചിറയിലാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് നമ്മള് തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നു. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് ഒരു സമ്മാനം തരാം. വന്നതല്ലേ? ഒരു 4 ചോദ്യം തൃശ്ശൂർ പൂരത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു 4 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് 3 എണ്ണത്തിന് നമ്മൾ ശരി ഉത്തരം നൽകിയാൽ മതി. നിങ്ങൾക്ക് സമ്മാനം കിട്ടും. ഫസ്റ്റ് ചോദ്യം ചോദിക്കല്ലേ? തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം? അപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റ എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പൂരത്തോട് ബന്ധപ്പെട്ട് ഫുള്ള് ഇൻസ്റ്റ സ്ക്രോളിംഗ് പോയിക്കൊണ്ടിരിക്കുന്നതാ. ഓപ്ഷൻസ് ഇതിന് 1980, 1985, 1768, 1796. അത് ഗൂഗിൾ ചെയ്യാണ്ട് ഗൂഗിൾ ചെയ്യാൻ ബാക്കി ഞാൻ പറഞ്ഞിരുന്നോ? 1760 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 68 ആയിരുന്നു ഓപ്ഷൻസിൽ. അതല്ല, ഓപ്ഷൻസ് വലിയ സാധാരണ ആണ്. ഇതിന് ഓപ്ഷൻ ചോദിക്കരുതിട്ടാ. നേരത്തെ പോകുന്ന ആളാട്ടോ. മറ്റേ മേളത്തിലെ പഠിപ്പിക്കുന്നില്ലാണോ? അറിയില്ല. അടുത്തത് ഇതിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്? കുടമാറ്റം നടക്കുന്നത് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്? വിളംബരം അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂബെറീസ് ആണ്. ഒരു മിനി ചോപ്പറാണ് സമ്മാനം.
ഈ ഉള്ളി കരിയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അറിയേണ്ട ആവശ്യം വരില്ല. നിങ്ങളെ പറയാം, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചടിക്കാൻ മതി. ഹൗദാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? എന്നാ കളിക്കാം, ഇവിടെ സമയമുണ്ട്. പൂരം കാണാൻ കാന്ത ഞാനും പൂരം കാണാൻ പൂരമെനിക്കൊന്ന് കാണണം കാന്ത പൂരമെനിക്കൊന്ന് കാണണം കാന്ത പൂരമതിയിലൊന്ന് കൂടണം കാന്ത പൂരമതിയിലൊന്ന് കൂടണം കാന്ത കാന്ത ഞാനും തൃശ്ശൂർ പൂരം കാണാൻ. അടിപൊളി. അപ്പൊ എങ്ങനെയാ? ഹായ്, അപ്പൊ നമ്മൾ അടുത്തൊരു ടീമിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം പരിചയപ്പെടാം. ചേച്ചി പേര്? നീമ. ഇഷാൻ. മോന്റെ പേര്? ഇവാൻ. ഗീത. എന്താ ചെയ്യുന്നേ? ടീച്ചറാണ്. റിട്ടയർഡായി. ആ, ടീച്ചറാണ് കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒരു എന്തായാലും കൊടുക്കേണ്ടി വരും. ചേച്ചി എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്നത്. നമ്മള് 4 ചോദ്യങ്ങൾ ചോദിക്കും. അത് തൃശ്ശൂർ പൂരത്തിനോട് ബന്ധപ്പെട്ടുള്ള 4 ചോദ്യങ്ങൾ. അതിൽ 3 ശരി ഉത്തരം നൽകാൻ വേണ്ടി നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ചോദിക്കട്ടെ, തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം? അറിയില്ല. അടുത്തത്, ആരാണ് പൂരം തുടങ്ങിയത്? കുടമാറ്റം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ഉറപ്പിക്കൂ? ഉറപ്പാണോ? ലാസ്റ്റ് ചോദ്യം ഉണ്ടോ? അതിലിപ്പോ 3 ശരിയാക്കി, 1 തെറ്റി. ഇതും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട്. ശിവരാത്രിക്ക് പങ്കെടുക്കുകയും പൂരത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന തൃശ്ശൂർ ക്ഷേത്രം? ശിവരാത്രിക്ക് പങ്കെടുക്കും, തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കില്ല. അറിയില്ല? അല്ല. തൃശ്ശൂർ ക്ഷേത്രമാണ്, അത് കണ്ടെത്തുക. സർപ്രൈസ് ആയിരിക്കട്ടെ. അപ്പൊ താങ്ക് യു പങ്കെടുത്തതിന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു പരിചയപ്പെടാം. ഗായത്രി. വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ. ആര്യലക്ഷ്മി. എന്താ ചെയ്യുന്ന 3 പേരും? +2. വെയിറ്റിംഗ് ഫോർ +2. എവിടെ പഠിക്കുന്നത്? അപ്പൊ നമ്മളെ തൃശ്ശൂർ പൂരത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു 4 ചോദ്യം ചോദിക്കും. അതിൽ 3 ശരി ഉത്തരം നൽകിയാൽ മതി. നിങ്ങൾക്ക് സമ്മാനം തരാം. ഉത്തരം പറയോ? അപ്പൊ ഫസ്റ്റ് ചോദ്യം, തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം? ഇപ്പോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ അത്. കാരണം ഇപ്പോ തൃശ്ശൂർ പൂരത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിനും ആ വർഷം ഇത് കാണിച്ച അന്നത്തെ വീഡിയോസും ഞാനൊക്കെ ഇടുന്നുണ്ട്. ഏത് വർഷത്തിലാ? യെസ് അടിക്ക്. അല്ലല്ല, അപ്പൊ 30 വർഷമായിട്ടുള്ള ഇത് തുടങ്ങിയിട്ട്? അടുത്ത ചോദ്യം, അത് ഏറ്റവും സിമ്പിൾ ആണ് കേട്ടോ. ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്? വായിക്കും. കുടമാറ്റം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? കുടമാറ്റം നടക്കുന്നതേ ഏതൊക്കെ ടീമുകളാണ്? 2 ചരിത്രമുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 3 ചോദ്യം 2 ശരി പറഞ്ഞു. ഒരെണ്ണോടും പറഞ്ഞാൽ മതി. വിളംബരം അറിയിക്കുന്നത് ഏത് ക്ഷേത്രമാണ്? അറിയിക്കുന്നത് ഏത് ക്ഷേത്രമാണ്? ഏത് ക്ഷേത്രത്തിലാണ് എന്നല്ല ചോദിക്കുന്നത്, ഏത് ക്ഷേത്രത്തിന്റെയാണ്? ക്ഷേത്രത്തിനാണ് വിളംബരം അറിയിക്കുന്നത്. ഒറ്റ ഇത്രേ പറയാൻ പറ്റൂ. അതിൽ ശരി ഉത്തരമാണ്.
ആ ഒറ്റ ക്ഷേത്രം രണ്ടുപേരും ഒരുമിച്ചല്ലോ ഒരാനല്ലേ വരണേ കൺഫേം ആക്കി കഴിഞ്ഞാൽ ഉത്തരം പറയാം ആ ഒരു അമ്പലേ ഉള്ളൂ ഒറ്റ അമ്പലേ ഉള്ളൂ ആ ടൈമിൽ ഇപ്പൊ നാളെ മൊത്തം പത്രത്തിൽ ഞാനുള്ളത് അതായിരിക്കും ഇന്ന ഭഗവതിയുടെ കടമ്പേറ്റിട്ട് കൺഫേം ആണെങ്കിൽ പറയാം അല്ല നെയ്തലക്കാരമ്മ അപ്പൊ വ്യക്തമായി തോന്നിരിക്കുന്നു അപ്പൊ എങ്ങനെയാ